siete qui convenuti, diletti figli e figlie, per unire i vostri osanna all'esultanza dei cori angelici. Exultet Gam. 1950 നവംബർ 1 12-ാം പിയൂസ് പാപ്പ മാതാവിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എന്നത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആദർശവാക്യങ്ങളിലൊന്നായി അടിവരയിട്ട് ഉറപ്പിക്കപ്പെട്ടു. മരിയഭക്തി അത് തിരുസഭയിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ തൻ്റെ മാതാവിനോടുള്ള വണക്കം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ലൂർദ്, ഫാത്തിമ, മെഡ്ജുഗോറിയ തുടങ്ങി അനവധി വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളും വേളാങ്കണ്ണിയുമെല്ലാം അനേകം മരിയ ഭക്തരെ കൊണ്ട് നിറയുന്നു. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യാനുഭവത്താൽ അനുഗ്രഹീതമായ കേന്ദ്രങ്ങളാണ് അവ. സ്വർഗം പ്രത്യേക മുദ്ര ചാർത്തിയ ഇത്തരം ചില തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ നമുക്കിടയിലുണ്ട്. ദൈവകൃപയുടെ ഒരിക്കലും വറ്റാത്ത നീർച്ചാലുകളാണ് അവ. ആയിരത്തി 1950 മുമ്പ് മുതൽ ആരംഭിച്ച മലബാർ കുടിയേറ്റത്തോടെയാണ് മലബാറിലെ അനേകം പ്രദേശങ്ങൾക്കൊപ്പം വടക്കൻ കേരളത്തിലെ ചിറ്റാരിക്കാൽ ഉൾപ്പെടുന്ന മണ്ണും കേരളത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത്. ഇന്ന് കാസർഗോഡ് ജില്ലയുടെ ഭാഗമായ ചിറ്റാരിക്കാലും പരിസരവും പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് വളരെ ശ്രദ്ധേയമാണ്. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ കർഷകരും അവരുടെ സ്വച്ഛസുന്ദരമായ ജീവിത ചുറ്റുപാടുകളും ആ നാടിൻ്റെ പരിസ്ഥിതിയെ ഹൃദ്യമായി നിലനിർത്താൻ പര്യാപ്തമാണ്. ഭൂരിഭാഗം വരുന്ന ഭൂപ്രദേശങ്ങളും കുന്നും മലകളുമാണ്. പച്ചപ്പരവതാനി വിരിച്ച കൃഷിയിടങ്ങൾക്കൊപ്പം വനമേഖലകളും ഈ നാടിന് സ്വന്തമായുണ്ട്. ശാന്തസുന്ദരവും വശ്യവുമായ ഈ മണ്ണിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇവിടെയാണ് പ്രശസ്തമായ ചട്ടമല മരിയൻ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധയമ്മ തൻ്റെ മക്കൾക്ക് അളവില്ലാത്ത അനുഗ്രഹങ്ങളും ദൈവകൃപയും വാരിച്ചൊരിയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട മണ്ണാണ് ഇന്നിത്. തങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളും ഹൃദയവേദനകളും ഇറക്കിവെച്ച് അനുഗ്രഹം യാചിക്കുവാൻ അവിടെ എത്തുന്നത് ആയിരങ്ങളാണ്. സകലരെയും തൻ്റെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധയമ്മ തൻ്റെ ദിവ്യകുമാരൻ്റെ സവിധത്തിലേക്ക് അവരെ ആനയിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവകൃപ നിറഞ്ഞവളും ദൈവാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നയുമായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പ്രകടമായ മരിയൻ ദൈവീക ഇടപെടലുകളും പ്രകടമായ ദൈവിക സാന്നിധ്യവും കൊണ്ട് ഏറെ സവിശേഷമാണ് ചട്ടമല മരിയൻ ജപമാല തീർത്ഥാടന കേന്ദ്രം. അങ്ങോട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് ധാരാളം ദൈവാനുഭവം ലഭിക്കുന്നുണ്ട്. അവിടെ വരുന്നവർ പ്രാർത്ഥിക്കുന്നു, ജപമാല ചെല്ലുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വചനപ്രഘോഷണം കേൾക്കുന്നു, കുമ്പസാരിക്കാനും കൗൺസിൽ നടത്തുന്ന സാഹചര്യങ്ങളെല്ലാം അവിടെ ഒരുക്കപ്പെടുകയാണ്. ഒരു കൊച്ചു ഇടവകയെ, ഒരു കൊച്ചു പ്രദേശത്ത് ദൈവം തൻ്റെ കൃപകൾ വർഷിക്കാനുള്ള ഒരു വലിയ ഉപകരണമാക്കി മാറ്റി നമുക്കവിടെ കാണാൻ സാധിക്കും. ധാരാളം യുവജനങ്ങൾ പ്രാർത്ഥിക്കാനായി അങ്ങോട്ട് കടന്നു വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ആരും നിർബന്ധിച്ചിട്ടില്ല. സ്വമനസ്സാൽ തന്നെ വരാനും പ്രാർത്ഥിക്കാനും 1, 2, 3 ദിവസങ്ങളവിടെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാനും തങ്ങളുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനും കൗൺസിലിൽ വിട്ട് കൊടുക്കാനും ഒക്കെ അവർ തയ്യാറാകുകയാണ്. വലിയ ദൈവാനുഭവമുള്ളവരായി നവീകരിക്കപ്പെട്ട വ്യക്തികളായി അവർ തിരിച്ചു പോരുന്നു. അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ആ പ്രദേശത്തുള്ളതായിട്ട് അനുഭവപ്പെടുകയാണ്. അവിടെ ചെല്ലുന്നവരെല്ലാം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വർഷത്തിലെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രാർത്ഥനാ നിരതരാകുന്ന വിശ്വാസികൾ ഈ തീർത്ഥാലയത്തിൻ്റെ പ്രകടമായ ദൈവാനുഭവങ്ങൾ വിളിച്ചോതുന്ന സാക്ഷ്യങ്ങളാണ്. ചിറ്റാരിക്കാൽ കേന്ദ്രമായ തോമാപുരം ഫൊറാന ഇടവകയിൽ നിന്ന് വിഭജിക്കപ്പെട്ട ഒരു ചെറിയ ഇടവകയാണ് ചട്ടമലയിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ളത്. സാമ്പത്തികമായും സൗകര്യങ്ങൾ കൊണ്ടും പിന്നോക്കം നിൽക്കുന്ന ഈ മണ്ണിനെ
ഒരു വലിയ ദൈവിക പദ്ധതിക്കായി മാതാവ് ഒരുക്കിയത് അത്ഭുതകരമായാണ്. ഒരിക്കൽ എല്ലാവരും അവഗണിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. ശപിക്കപ്പെട്ടത് എന്ന് സകലരും വിധിയെഴുതിയ ആ ദേശത്തെ പരിശുദ്ധ അമ്മയുടെ അതിശയകരമായ ഇടപെടൽ അനുഗ്രഹിച്ചുയർത്തി. ഒരു 30 വർഷങ്ങൾക്ക് മുൻപ് ഈ ചട്ടമലയുടെ സ്ഥിതി ഇതായിരുന്നില്ല. അന്ന് ഇവിടെ 2 ചാരായ ഷാപ്പുകളും ഒരു കള്ള് ഷാപ്പും പ്രവർത്തിച്ചിരുന്നൊരു സ്ഥലമാണ്. അന്ന് വൈകുന്നേരമായാൽ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരിവിടെ മദ്യപിക്കാൻ വരികയും മദ്യപിച്ചതിന് ശേഷം വഴി അരിയിലിരുന്ന ചീട്ടുകളി, പണം വെച്ചുള്ള ചീട്ടുകളിയും മിക്കവാറും ദിവസങ്ങളിൽ അടിപിടിയും നടക്കുന്നൊരു സ്ഥലമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് മാതാവ് സോമാവരം പള്ളിയുടെ വികാരി അച്ഛനായിരുന്ന നെൽപ്പാര അച്ഛന് മാതാവ് തോന്നിച്ച് ഇവിടെ ഒരു പള്ളി വേണമെന്നുള്ളത്. ഈ ഒരു ദേവാലയം രൂപപ്പെടാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നത്. അതിനും നാളുകൾക്ക് മുൻപ് ഇവിടെ ഈ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പരിശുദ്ധമ്മയുടെ നാമത്തിൽ ഇവിടെ ഒരു ദേവാലയം രൂപീകൃതമാകുന്ന സന്ദേശം ലഭിക്കുകയുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പിന്നീട് ഒരു ദേവാലയം ഉണ്ടാകുന്നത്. ദേവാലയത്തിൻ്റെ രൂപീകരണവും തുടർന്നുള്ള ഓരോ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് വിവേചിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ചട്ടമല വളരെ പ്രശസ്തമായിരിക്കുന്നത് ആ കൊച്ചു ദേവാലയത്തിൽ നടക്കുന്ന വലിയ ദൈവിക ഇടപെടലുകൾ കൊണ്ടാണ്. പരിശുദ്ധ അമ്മ അനേകായിരങ്ങളുടെ ജീവിതത്തിലേക്ക് നനുത്തൊരു സാന്ത്വന സ്പർശമായി ഇറങ്ങി വരുവാൻ ഈ ദേശത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ദൈവാനുഭവം വിളിച്ചോതുന്ന മലമുകളാണ് പരിശുദ്ധ അമ്മയുടെ ചട്ടമല മരിയൻ കൂടാരം. പ്രകടമായ ദൈവാനുഭവങ്ങൾ, അത്ഭുതകരമായ രോഗശാന്തികൾ, പ്രകടമായ മാനസാന്തരങ്ങൾ ചട്ടമല അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ 10,000 ഈ മലമുകളിലേക്ക് ജപമാലയും ചൊല്ലി കടന്നു വരാറുണ്ട്. ചട്ടമല മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഏറ്റവുമധികം വിശ്വാസികൾ പതിവായി ഒരുമിച്ച് കൂടുന്നത് ജപമാല തീർത്ഥാടനത്തിനായാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് അനുഗ്രഹമായി മാറുന്നതും സവിശേഷമായ ഈ ജപമാല റാലിയും തുടർന്നുള്ള ശുശ്രൂഷകളുമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ വികാരിയായിരുന്ന സേവ്യർ പുത്തൻപുരയ്ക്കൽ അച്ഛനിലൂടെയാണ് ഈ മഹത്തരമായ ദൈവിക പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. ചട്ടമലയേറെ സവിശേഷമാക്കുന്നത് ചട്ടമലയിലേക്കുള്ള ജപമാല തീർത്ഥാടന വഴികളാണ്. പരിത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി മഴയോ വെയിലോ ഒന്നും പരിഗണിക്കാതെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മരിയൻ കൂടാരത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഓടിയെത്തുന്ന ജപമാല ഭക്തർ ഈ ആലയത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. ഇവിടെ ഒത്തിരി സഹനത്തോടുകൂടി ജപമാലയിൽ പങ്കെടുക്കുന്ന വ്യക്തികളിൽ അമ്മയുടെ ഇടപെടൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ അനുഭവിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും അതിലൂടെ ദിവ്യകാരുണ്യത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന ഒരു ദൗത്യമാണ് ഈ ഇടവയ്ക്കുള്ളത്. ചിറ്റാരിക്കാൽ ടൗണിലെ കപ്പേളയിൽ നിന്ന് ചട്ടമല ദേവാലയത്തിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. നടന്നു കയറുവാൻ ബുദ്ധിമുട്ടേറിയ കയറ്റമാണ് ആ ദൂരമത്രയും. എന്നാൽ ഓരോ തീർത്ഥാടന ദിവസങ്ങളിലും വിവിധ ദേശങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേരുന്ന അനേകായിരങ്ങൾ തങ്ങളുടെ ശാരീരിക ക്ഷീണവും രോഗാവസ്ഥകളും മറന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയും നോമ്പെടുത്തും ആ മല ചവിട്ടിക്കയറുന്നു. ഈ ജപമാല വഴികളിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് അനേകർ സ്വീകരിച്ചിട്ടുള്ള ദിവ്യാനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ വിസ്മയകരമാണ്. 2ാം ശനിയാഴ്ചകളിൽ നടത്തപ്പെടുന്ന ജപമാല തീർത്ഥാടനത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം മക്കൾ വന്ന് പങ്കെടുക്കാറുണ്ട്. അവർ ത്യാഗപൂർവം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കൈകളിൽ എടുക്കണം എന്ന നേർച്ച നേർന്നുകൊണ്ട് മാതാവിൻ്റെ ബാഡ്ജ് കഴുത്തിൽ ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് നിഷ്പാദകരായിട്ട് പള്ളിയിലേക്ക് തീർത്ഥാടനമായിട്ട് കടന്നു വരിക. തീർത്ഥാടന വഴികളിൽ അനേകർ അമ്മേ എന്ന പ്രാർത്ഥനയോടെ നിലവിളിയോടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ നേരിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനേകായിരങ്ങൾക്ക് ഇന്ന് ചട്ടമല ദേവാലയം ഒരു ആശ്രയമായി മാറിയിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പരിശുദ്ധ അമ്മയുടെ സ്നേഹസ്പർശനം തേടി സ്വാതന്ത്ര്യം തേടി ആയിരങ്ങൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മ അവരെ ആരെയും നിരാശരാക്കാതെ തൻ്റെ മകനിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരി കോരി നൽകി അവരെ സ്നേഹത്തോടെ പറഞ്ഞുവിടുകയാണ്.
ഏതാനും നാളുകൾക്ക് മുമ്പ് വിദേശത്ത് ജയിലിലായ ഒരു മകൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കുടുംബം ചട്ടമ്പലയിൽ വന്നത് ഞാൻ ഓർക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ അമ്മയോട് ഇങ്ങനെ ഒരു നേർച്ച നേർന്നു. ഞങ്ങളൊരു 13 ദിവസം ഈ മലമുകളിലേക്ക് വന്ന് ജപമാല തീർത്ഥാടനങ്ങൾ നടത്തി പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ ജയിലിൽ നിന്ന് മോചിതനാക്കണമേ. ഏതാനും നാളുകൾക്ക് ശേഷം അവർ ഈ മലമുകളിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് അച്ഛൻ ഓർക്കുന്നു. കാരണം 3-ാമത്തെ ആഴ്ചയിൽ അത്ഭുതകരമായി അവൻ ജയിൽ മോചിതനായി. മാത്രമല്ല, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 6 സഹോദരങ്ങൾക്ക് ഇതേ രാജ്യത്ത് ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ പഴയ ജോലിയിലും മികച്ച ഒരു ജോലി കൊടുത്ത് പരിശുദ്ധ അമ്മ അതേ രാജ്യത്ത് അവൻ ഐശ്വര്യം അനുഗ്രഹവും കൊടുത്തു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരാലും അവഗണിക്കപ്പെട്ടു കിടന്ന ഒരു ഭൂപ്രദേശം. അവിടെ തികച്ചും സാധാരണക്കാരായ കുറേ മനുഷ്യർ. ആ ദേശത്തെയും ആ നല്ല മനുഷ്യരെയും ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തപ്പോൾ സംഭവിച്ചത് വലിയ അത്ഭുതങ്ങളാണ്. ഇത്തരമൊരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് തങ്ങളെന്ന തിരിച്ചറിവ് ആ ജനത്തിനുമുണ്ട്. അവർ ഒന്നൊഴിയാതെ തങ്ങളുടെ ദേവാലയത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ ജീവിത നിയോഗമായി കണ്ട് അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നു. അതിശയകരമായ ആ കൂട്ടായ്മയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ദൈവകൃപയ്ക്ക് പിന്നിലെ മറ്റൊരു രഹസ്യം. ചട്ടമല പ്രദേശം വളരെ അവികസിതമായ ഒരു പ്രദേശമായിരുന്നു. എന്നാൽ ഈ തീർത്ഥാടനം ഇവിടെ ആരംഭിച്ചതോടെ വളരെ വലിയ മാറ്റമാണ് ഈ പ്രദേശത്തിന് ഉണ്ടായിരിക്കുന്നത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ ദൃക്സാക്ഷികളാകുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഒരു നൂലിൽ കോർത്തിണക്കിയ പുഷ്പങ്ങൾ പോലെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് മറ്റെവിടെയും കാണാനാവാത്ത ഒരു പ്രത്യേകതയാണ്. ചട്ടമലയിലെ ഈ ശുശ്രൂഷകൾക്കെല്ലാം എല്ലാവിധ പ്രചോദനവും പ്രോത്സാഹനവും അകമഴിഞ്ഞ പിന്തുണയും നൽകുന്നത് ഈ ഇടവകയിലെ കുടുംബാംഗങ്ങളാണ്. മറ്റ് ഇടവകകളിൽ നിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 വർഷത്തെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, എല്ലാവിധത്തിലും വളരെയേറെ സഹകരണ മനോഭാവത്തോടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി, ഇടവകയിലെ ചെറുതും വലുതുമായ ശുശ്രൂഷകൾക്ക് വേണ്ടി തങ്ങളുടെ സമയവും ആരോഗ്യവും എല്ലാം മാറ്റിവെച്ച് ഏതു സമയത്തും ഇടവകയിലെ ഏത് ശുശ്രൂഷകൾക്കും നിറഞ്ഞ മനസ്സോടെ ഓടി വരുന്ന നല്ലൊരു ഇടവക കൂട്ടായ്മയാണ് ഇടവകയ്ക്കുള്ളത്. അതുതന്നെയാണ് ഈ ഇടവകയുടെ കെട്ടുറപ്പും ബലവും എന്നു തന്നെ പറയാം. ചട്ടമലയിൽ മുടങ്ങാതെ നടക്കുന്ന, എല്ലാ മാസവും നടത്തിക്കൊണ്ടുവരുന്ന വൈദികരുടെ കൂട്ടായ്മയും എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ നടക്കുന്ന ആവേ മരിയ ജപമാല പ്രദക്ഷിണവുമൊക്കെ മുടങ്ങാതെ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ ചൈതന്യവും പരിത്യാഗം നിറഞ്ഞ ജീവിത വഴികളുമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധയമ്മ തൻ്റെ സാന്നിധ്യാനുഭവം നൽകുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ദേശങ്ങൾക്ക് ഒരു വലിയ സവിശേഷതയുണ്ട്. അമ്മ തൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ ആ നാടിന് സുരക്ഷാ കവചമൊരുക്കും. ചട്ടമല നിവാസികൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന സ്വർഗീയ യാഥാർത്ഥ്യമാണത്. തങ്ങളുടെ സമർപ്പണത്തെ ബലിയായി സ്വീകരിച്ച് സ്വർഗീയ സുരക്ഷിതത്വം പകരുന്ന നല്ല ദൈവത്തെ അവർ വളരെ അടുത്ത് കണ്ടറിയുന്നു. 2ാം ശനിയാഴ്ച ഒരു പൊതു അവധി ദിവസം പോലെ ഇവിടുത്തെ ഇടവക ജനം കരുതിക്കൊണ്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു വലിയ നന്മ കാണുവാൻ സാധിക്കുന്നത് ഈ പ്രദേശത്ത് ഗുരുതരമായ രോഗങ്ങൾ ഇവിടെ ആർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റു പല സ്ഥലങ്ങളും ക്യാൻസർ പോലെ അതുപോലുള്ള വലിയ രോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് ചട്ടമലയുടെ അമ്മയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത്തരം ഗുരുതരമായ യാതൊരു അസുഖങ്ങളും വരുന്നില്ല. പരിശുദ്ധമ്മയുടെ ഒരു വലിയ സംരക്ഷണമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭചിത്രമോ നാട്ടിലുണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ് നൽകും. പുറപ്പാട് പുസ്തകത്തിലെ ദൈവിക വചനം അന്വർത്ഥമാക്കപ്പെടുകയാണ് ചട്ടമലയിലെ നിത്യാരാധന ചാപ്പലിൽ നിന്നൊഴുകുന്ന പ്രാർത്ഥനകളിലൂടെ. ചട്ടമല മരിയൻ തീർത്ഥാടന കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾ ഏറെയാണ്. ജപമാല തീർത്ഥാടനമെന്ന സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിയുടെ തുടർച്ചയായി പിന്നീട് ചട്ടമലയിലെത്തിയ ബഹുമാനപ്പെട്ട വൈദികരിലൂടെ മറ്റ് ശുശ്രൂഷകൾക്കും പരിശുദ്ധ അമ്മ ആരംഭം കുറിച്ചു. സാമ്പത്തിക സ്ഥിതിയും ആൾബലവും കൊണ്ട് വളരെ പിന്നോക്കമായിരുന്നിട്ടും അനായാസേന
തങ്ങളെ ദൈവം വഴി നടത്തിയത് ചട്ടമലക്കാർ വിവരിക്കുന്നു. ചട്ടമല സ്വദേശികൾക്കും മറ്റ് അനേകായിരങ്ങൾക്കും വലിയ അനുഗ്രഹമായി മാറിയ നിത്യാരാധനാ ചാപ്പൽ ദൈവമൊരുക്കിയത് ബഹുമാനപ്പെട്ട സനൽ ആച്ചാണ്ടി അച്ഛനിലൂടെയാണ്. ബഹുമാനപ്പെട്ട സനൽ അച്ചാണ്ടി അച്ഛൻ ഈ ആലയത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവികമായ ഊർജവും കാതലും പകർന്ന ഒരു വ്യക്തിത്വമാണ്. തികഞ്ഞ മരിയൻ ദൈവഭക്തനും തികഞ്ഞ ലാളിത്യത്തിൻ്റെ ഉടമയുമായ പ്രിയപ്പെട്ട സനൽ അച്ഛൻ അനേകരെ പരിശുദ്ധ അമ്മയുടെ മടിത്തടലിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം ഏർപ്പെടുത്തിയ ഉപകരണമാവുകയായിരുന്നു. ഒരു ദിവസം വാർഡ് പ്രാർത്ഥനയ്ക്ക് അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു 4:45 5 മണിക്കാണ് വാർഡ് പ്രാർത്ഥനയ്ക്ക് പോകേണ്ടത്. 4:45 മാതാവിൻ്റെ മുമ്പിൽ പോയി അച്ഛൻ പ്രാർത്ഥിക്കുകയായിരുന്നു. മാതാവേ, ഈ നിത്യാരാധന ചാപ്പൽ തുടങ്ങണം എന്നുള്ളത് ദൈവനിശ്ചയമാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു 5000 രൂപയെങ്കിലും ഒരാൾ സംഭാവന തരുന്നതായിട്ട് എനിക്ക് അനുഭവിക്കണം, എൻ്റെ കൈ കിട്ടണം. അച്ഛൻ ഈ പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പം ഒരു വ്യക്തി 1,00,000 രൂപയുമായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നിത്യാരാധന ചാപ്പൽ തുടങ്ങാൻ ബഹുമാനപ്പെട്ട സനൽ അച്ചാണ്ടി അച്ഛൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്തയായിരുന്നു ഇത്. ഒത്തിരിയേറെ പേര് ഇവിടെ ആശ്വാസം പ്രാപിക്കുവാനായിട്ട് അവരുടെ വേദനകൾ പങ്കുവെച്ച് ആത്മീയ ഉപദേശം നേടുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവരുടെയും ജീവിതത്തിൽ പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ജീവിതത്തിൽ ഉത്തരം കിട്ടിയെന്ന് വരികയില്ല. ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി അവരുടെ വേദനകൾ ഇറക്കി വെച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന്, ഈശോയുടെ സന്നിധിയിൽ മണിക്കൂറുകൾ പോയിരുന്ന് ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് അവിടെ നിന്നും ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒരു അനുഭവത്തിലേക്ക് അനേകം മക്കൾ കടന്നു വരുവാനായിട്ട് വലിയ ഒരു ഉൾക്കാഴ്ചയോടുകൂടി അച്ഛൻ ആരംഭിച്ചതാണ് ഇവിടുത്തെ നിത്യാരാധന ചാപ്പൽ. ഭൂരിഭാഗവും കർഷകരായ 130 കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായുള്ള ഒരു ചെറിയ ഇടവകയിൽ നിത്യാരാധന തുടങ്ങിയാൽ എപ്രകാരം മുന്നോട്ടു പോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യമായിരുന്നു. നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി ആരാധന തുടരേണ്ടത് അത്യാവശ്യവുമായിരുന്നു. എന്നാൽ നിത്യാരാധന ചാപ്പലുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ദൈവം തന്നെ ഇടപെട്ട് നീക്കി. അവിടെയും ഇടവകാംഗങ്ങളുടെ ആത്മാർത്ഥതയും സമർപ്പണവും വെളിപ്പെട്ടു. ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകാം എന്ന കാര്യത്തിലൊക്കെ ചിന്തിച്ചപ്പം ജപമാല പ്രദർശനത്തിന് വരുന്ന ആൾക്കാരിൽ കുറേ പേരെ സെലക്ട് ചെയ്ത് അവരുടെ നമ്പറൊക്കെ മേടിച്ച് വെച്ച് അവർക്ക് ടൈം ഷെഡ്യൂൾ കൊടുക്കാം എന്നൊക്കെയുള്ള കണക്കൂട്ടിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം അച്ഛൻ്റെ മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് ഇടവകക്കാർക്ക് വേണ്ടി തന്നെ വിഭജിക്കാൻ പറഞ്ഞു. അങ്ങനെ ഷെഡ്യൂള് 26 കഷ്ണങ്ങളാക്കി. അതിൽ ഓരോ ദിവസവും ഒരു കുടുംബം 2 മണിക്കൂർ വീതം, രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4:30 വരെ തുടർച്ചയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഇടവകയിൽ നടക്കുന്നുണ്ട്. സാധാരണ ഒരു ധ്യാന കേന്ദ്രത്തിൽ കാണാറുള്ള ശുശ്രൂഷകരുടെ അതേ പ്രാർത്ഥനാ ചൈതന്യവും അതേ പ്രേക്ഷിത തീക്ഷ്ണതയും ഈ ഇടവകയിലെ ഓരോ കുടുംബ അംഗങ്ങൾക്കുമുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ചട്ടമലയിലെ നിത്യാരാധന ചാപ്പലിലെ നിത്യാരാധന ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥനാപൂർവം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ്. ചട്ടമലയിൽ സജീവമായി സന്നിഹിതയായിരിക്കുന്ന പരിശുദ്ധയമ്മ ഓരോ ആത്മാക്കളെയും ആനയിക്കുന്നത് ദിവ്യകാരുണ്യനാഥന്റെ സവിധത്തിലേക്കാണ്. ചട്ടമല ദേവാലയത്തിൽ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളിൽ സംബന്ധിക്കാനെത്തുന്നവരും ഏറെയുണ്ട്. ഒരു നവജീവിതത്തിലേക്കും ശക്തമായ ദൈവാനുഭവത്തിലേക്കും ആ നിമിഷങ്ങൾ അനേകരെ ആനയിക്കുന്നു. ആദ്യ വെള്ളി പുലർച്ചെ 3 മണിക്കും 2ാം ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്കും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നിന്നിറങ്ങുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ ഈ ആലയത്തിലേക്ക് ഓടിയണയുന്ന നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ജപമാല ഭക്തർക്ക് ദൈവാനുഭവവും ദൈവസ്നേഹവും അവരുടെ ജീവിതഭാരങ്ങളിൽ ദൈവിക ആശ്വാസവും പ്രദാനം ചെയ്യുന്ന കൃപയൊഴുകുന്ന ദൈവിക ശുശ്രൂഷകളാണ്. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ ജനമധ്യത്തിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ മക്കള് ഹൃദയം പൊട്ടി നിലവിളിച്ച് ഈശോയുടെ പരസ്യജീവിതകാലത്ത് എപ്രകാരം ഈശോയെ സ്പർശിക്കുവാനായിട്ട് രോഗികളും വേദനിക്കുന്നവരൊക്കെ സമീപിച്ചിരുന്നുവോ ആ മനോഭാവത്തോടു കൂടി തന്നെ ഹൃദയം പൊട്ടിയ നിലവിളിയുമായി ഈശോയെന്ന് കാണുവാനും ഈശോയുടെ സൗഖ്യം സ്വീകരിക്കുവാനും
സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് അനേകം മക്കളെ നിലവിളിയോടുകൂടി ദിവികാരുണ്യ പ്രദക്ഷിണം കടന്നു പോകുന്ന വഴികളിൽ കാത്തു നിൽക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. ചട്ടമല മരിയൻ ദേവാലയത്തോടനുബന്ധിച്ചുള്ള മറ്റു ചില ശുശ്രൂഷകളും വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നവയാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയും വൈദിക കൂട്ടായ്മകളും, എല്ലാ ശനിയാഴ്ചകളിലും സന്ധ്യാനേരം ആവേ മരിയ എന്ന പേരിൽ നടക്കുന്ന വിളക്കുകളേന്തിയുള്ള ജപമാല പ്രദക്ഷിണവും ഏറെ അനുഗ്രഹീതമാണ്. പ്രദക്ഷിണ ദീപങ്ങൾ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഈ ദേവാലയത്തിനു ചുറ്റും എല്ലാ വിശ്വാസികളും ഒന്ന് ചേർന്ന് ജപമാല കരങ്ങളിൽ ഏന്തി പരിശുദ്ധി അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് തീർത്ഥാടനമായി ഈ ദേവാലയം ചുറ്റി ഒരുമയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പ്രത്യേകമായി മറ്റുള്ളവർക്ക് പോലും ഒരു പ്രചോദനം നൽകുന്ന, മാതൃക നൽകുന്ന, ഒരു ഒത്തിരിയേറെ കൃപ നൽകുന്ന ഒരു അനുഭവമാണ്. ഈ ജപമാല പ്രദക്ഷിണത്തിൽ എല്ലാ മക്കളും തന്നെ പങ്കെടുക്കാറുണ്ട്, അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. ഒട്ടനവധി പേർ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ചട്ടമല മാതാവിൻ്റെ മടിത്തട്ടിൽ അഭയം തേടിയെത്തുന്നുണ്ട്. അനേകർ സങ്കീർണമായ ജീവിത പ്രതിസന്ധികളുമായും നിരാശയുടെ കയങ്ങളിൽ അകപ്പെട്ടുമാണ് ഇവിടെ എത്തുന്നത്. യുവജനങ്ങളിൽ അനേകർ തങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ച ആശയക്കുഴപ്പങ്ങൾക്ക് ഉത്തരം തേടി ഈ പടി കയറിയെത്തുന്നു. അത്തരക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള കൗൺസിലിംഗ് ശുശ്രൂഷ ചട്ടമലയിൽ നടത്തപ്പെടുന്നത്. നൂറുകണക്കിന് പേർ ഇത്തരത്തിൽ ഇവിടെ എത്തിച്ചേരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ കരുണയുള്ള തിരുവചനങ്ങൾ, അന്വർത്ഥമാക്കപ്പെടുന്ന കൗൺസിലിംഗ് ശുശ്രൂഷകൾ, അനേകരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, അനേകർക്ക് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ ആലയത്തിന് ദൈവം തിരഞ്ഞെടുത്ത് നൽകിയൊരു ശുശ്രൂഷയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഭാതം മുതൽ സായാഹ്നം വരെ ദൈവിക വചസ്സുകൾ ഉരുവിട്ടുകൊണ്ടും പ്രാർത്ഥന നിരതരായും മനുഷ്യൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാൻ ഈ ആലയത്തിൽ നടത്തപ്പെടുന്ന കൗൺസിലിംഗ് ശുശ്രൂഷകൾ ഈ ആലയത്തെയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷികളാക്കുകയാണ്. യുവജനങ്ങൾ ഇക്കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന വിശ്വാസ ജീവിത പ്രതിസന്ധികളുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഒരു യൂത്ത് സെന്റർ ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ചട്ടമല ഇടവകക്കാർ. ഭാവിയിൽ യുവജനങ്ങൾക്ക് ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ ഇവിടെ വന്ന് ഏതാനും ദിവസങ്ങൾ ചെലവഴിച്ച് സമാധാനത്തോടെ മലയിറങ്ങാനുള്ള ക്രമീകരണം മാതാവ് ഒരുക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സെൻറ്റർ തന്നെ തുടങ്ങാൻ അവർ ആഗ്രഹിക്കുകയാണ്. അവിടെ ആഗ്രഹിച്ചു വരുന്ന യുവജനങ്ങൾക്ക് 1, 2, 3 കുറച്ച് ഏതാനും ദിവസങ്ങൾ താമസിക്കാനും പ്രാർത്ഥിക്കാനും അവസരങ്ങൾ ഒരുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി അതിലൂടെ പ്രകടമാകുകയും ചെയ്യുന്നു. ഞങ്ങളെ നയിക്കുന്നത് തമ്പുരാനാണ്. പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടുള്ളത്. അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നു. ഒരു ചെറിയ ഇടവക സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നേറുന്ന മഹത്തരമായ പ്രവർത്തനങ്ങളെ പുറം ലോകം വലിയ താൽപ്പര്യത്തോടെയും അഭിമാനത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ചട്ടമല ഇടവക അംഗങ്ങൾക്കും വികാരിയച്ഛനും പിൻബലമായി സമീപ ഇടവകകളും അവിടെയുള്ള വൈദികരും വളരെ പ്രത്യേകമായി തലശ്ശേരി അതിരൂപത മുഴുവനുമുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ ഇത്ര ഭംഗിയായി മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ ത്യാഗം നിറഞ്ഞ അധ്വാനമുണ്ട്. ഈ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന MLF സന്യാസിനി സമൂഹത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർ രാപകൽ ഈ ആലയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഇടവകകളിലെ എല്ലാ വൈദികരും ആവശ്യങ്ങളിലെല്ലാം പരിശുദ്ധ കുമ്പസാരം പരികർമ്മം ചെയ്യുവാനും പരിശുദ്ധ ബലി അർപ്പിക്കുവാനും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് സഹായിക്കാനും ഓടി വരാറുള്ള ശക്തരായ പ്രേക്ഷിതരാണ്. അതോടൊപ്പം തലശ്ശേരി അതിരൂപത നേതൃത്വവും തോമാപുരം ഫൊറോനയിലെ പ്രിയപ്പെട്ട വൈദികരും ഈ ആലയത്തോട് കാണിക്കുന്ന വലിയ സ്നേഹം പറയാതിരിക്കാൻ വയ്യ. തലശ്ശേരി അതിരൂപതയുടെ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത മാർ ജോർജ് ഞരളക്കാട്ട് പിതാവും സഹായ മെത്രാനായിരിക്കുന്ന മാർ ജോസഫ് പാമ്പളാനി പിതാവും തലശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്ത മാർ ജോർജ് വലിയമറ്റം പിതാവും ഈ ആലയത്തോട് കാണിച്ചിരിക്കുന്ന സ്നേഹവും പരിഗണനയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ നിയോഗം പോലെ ഈ ആലയത്തിൻ്റെ വളർച്ചയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഈ കാലഘട്ടത്തിൽ അനേകരുടെ മാനസാന്തരത്തിനും ജീവിത നവീകരണത്തിനുമായി സ്വർഗം വിഭാവനം ചെയ്ത
അതിശയകരമായ ഒരു പദ്ധതി. ക്രിസ്തുവിൻ്റെ ആദ്യ ശിഷ്യരെ പോലെ മനുഷ്യദൃഷ്ടിയിൽ കഴിവുറ്റവരായിരുന്നില്ല ഇവരും. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾക്ക് വേദിയൊരുക്കുവാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. വിസ്മയനീയമാണ് ഇത്തരം ദൈവിക തീരുമാനങ്ങൾ. പരിശുദ്ധയമ്മയോട് ചേർന്ന് നിന്ന് ചട്ടമലയിലെ വിശ്വാസി സമൂഹത്തിനൊപ്പം അനേകരുടെ മാനസാന്തരത്തിനായി നമുക്കും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.